ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം. ഇന്ന് എൻ്റെ സെൻറ്ററിലെ ഓണം ഫംഗ്ഷനാണ്. അപ്പോൾ രാവിലെ എനിക്ക് സൗമ്യ ചേച്ചി വന്ന് സാരിയൊക്കെ ഉടുപ്പിച്ചു. ഞാൻ തനിയെ സ്കൂട്ടറിലാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് സാരി ഉടുത്തിട്ട് സ്കൂട്ടർ ഓടിക്കുന്നത്. ആ സെൻറ്ററിൽ എത്തിയപ്പോഴത്തേനും നമ്മുടെ കൂടെ ഉള്ള ടീംസ് എല്ലാം എത്തിയിട്ടുണ്ട്. ഹരീഷ്മയും രേഷ്മയും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ രജിത ചേച്ചിയും സ്മിത ചേച്ചിയൊക്കെ വന്നു. പിന്നെ ബാക്കി ഒരുപാട് പേരുണ്ട്, ഞാൻ അവരെയൊന്നും കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അത്തപ്പൂ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഒന്നിച്ചേർന്ന്, എല്ലാ സെൻറ്ററിലുള്ള ആൾക്കാരും ഒന്നിച്ചേർന്ന് നമ്മൾ അത്തപ്പൂ ഇട്ടത്. അതുകൊണ്ട് തന്നെ വേഗം കഴിയുകയും ചെയ്തു. ഇപ്പോൾ എല്ലായിടത്തും ഓണം ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരുന്ന വിശിഷ്ടാതിഥികൾക്കൊക്കെ എത്താനായിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു. എല്ലായിടത്തും അവർ തന്നെ ഓടി എത്തണ്ടേ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മളെല്ലാവരും ഫോട്ടോസ് എടുത്തു. പിന്നെ അത്തപ്പൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചുറ്റും നിന്ന് ഫോട്ടോസ് എടുക്കണമല്ലോ, അതെടുത്തു. പിന്നെ അവിടുത്തെ കൊച്ചു കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഇൻവൈറ്റ് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങി. നമ്മുടെ ചെയർമാൻ ഉണ്ടായിരുന്നു. ചെയർമാൻ്റെ പ്രസംഗമൊക്കെ കേട്ടുള്ളവർക്കറിയാം, ഭയങ്കര ഫണ്ണാണ് പുള്ളി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടേഴ്സും ഒക്കെ കൂടെ ഒന്നിച്ച് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ സദ്യ കഴിക്കാൻ പോയി. നമ്മളൊരു ഡാൻസും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെൻറ്ററിൽ പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, കുറച്ച് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. അങ്ങനെ പിന്നെ ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഡാൻസും അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഏതായിരുന്നാലും തിരിച്ച് നമ്മുടെ സെൻറ്ററിൽ വന്നിട്ട് നമ്മൾ അവിടെ വെച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ട് പേഷ്യൻ്റ് ഇല്ലാത്ത സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഭയങ്കര ഫണ്ണായിരുന്നു, ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്, എന്നാലും നല്ലതായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും പോയി കാണുക. താങ്ക് യു.